എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അരിത്തമെറ്റിക് പ്രൊഫഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതെന്താന്നുള്ളത് നോക്കാം. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഈ pth term of an AP is Q and qth term is P. Prove its nth term is P plus Q മൈനസ് എൻ. അതായത് നമുക്ക് nth ടേം പി പ്ലസ് ക്യൂ മൈനസ് എൻ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് എന്തൊക്കെയാ തന്നിട്ടുള്ളത്? pth ടേം ഓഫ് എൻ എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സെവൻത് ടേം എന്ന് പറഞ്ഞാൽ A7 അല്ലേ എഴുതുക. അതുപോലെ ഇവിടെ pth ടേം ഓഫ് എൻ എ പി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? എ പി ഈക്വൽ ടു ക്യൂ. അതുപോലെ qth ടേം ഈസ് പി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? എ ക്യൂ ഈക്വൽ ടു പി. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് പ്രൂവ് ചെയ്യുന്നത് എ എൻ ഈക്വൽ ടു പി പ്ലസ് ക്യൂ മൈനസ് എൻ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഈ എ പിയിൽ ഇതിന്റെ nth ടേം എന്ന് പറയുന്നത് പി പ്ലസ് ക്യൂ മൈനസ് എൻ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യം ഇത് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? എ പ്ലസ്, അതായത് എൻ ആണെങ്കിൽ നമ്മൾ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എഴുതുന്നത് പോലെ അവിടെ എന്നിന്റെ പ്ലേസിൽ പി ആണുള്ളത്. അപ്പൊ പി മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു ക്യൂ. ഇതിൽ അതുപോലെ പിന്റെ പ്ലേസിൽ ക്യൂ ആണുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, എ പ്ലസ് ക്യൂ മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു പി. ഇവിടെ നമുക്ക് nth ടേം ആണ് പി പ്ലസ് ക്യൂ മൈനസ് എൻ ആണ്. nth ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഇവിടെ നമുക്ക് എ അറിയില്ല, ഡി അറിയില്ല. അപ്പൊ അതിന് പകരം ഇവിടെ രണ്ട് ഇക്വേഷൻ നമുക്കറിയാം. ആ രണ്ട് ഇക്വേഷനിൽ എയും ഡിയും കണ്ടുപിടിച്ചതിന് ശേഷം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ എൻ ഈക്വൽ ടു പി പ്ലസ് ക്യൂ മൈനസ് എൻ എന്ന് കിട്ടും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. നമുക്ക് എ കോമൺ ആയിട്ടുണ്ട്. രണ്ട് ഇക്വേഷനിൽ എ കോമൺ ആയിട്ടുള്ളത് കൊണ്ട് എലിമിനേഷൻ മെത്തേഡ് ചെയ്യാം. 1 മൈനസ് 2, ഇക്വേഷൻ 1 മൈനസ് 2 ചെയ്യുമ്പോൾ ഇവിടെ പി മൈനസ് 1 ഇൻറ്റു ഡി മൈനസ് ക്യൂ മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു ക്യൂ മൈനസ് പി. നമ്പേഴ്സ് അല്ലാത്തത് കൊണ്ട് നമ്മൾ അതേപോലെ എഴുതി. പി മൈനസ് 1 ഇൻറ്റു ഡി മൈനസ് ക്യൂ മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു ക്യൂ മൈനസ് പി. ഇതിലിപ്പോൾ രണ്ടിലും ഡി കോമൺ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പി മൈനസ് 1, ഈ മൈനസ് ക്യൂ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു ക്യൂ മൈനസ് പി. ഇതിലിപ്പോ 1 ക്യാൻസൽ ആയി. പി മൈനസ് ക്യൂ ഇൻറ്റു ഡി ഈക്വൽ ടു ക്യൂ മൈനസ് പി. നമുക്ക് ഇവിടെ ഡി ആണ് കാണുന്നത്. ഡി ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡിവൈഡഡ് ബൈ പി മൈനസ് ക്യൂ. അപ്പൊ ഇവിടെ മൈനസ് പുറത്തേക്ക് എടുക്കുക. അതായത് ഡി എന്ന് പറയുന്നത് മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ പി മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ പി മൈനസ് ക്യൂ. ഇത് ക്യൂ മൈനസ് പി ആണ് ഉള്ളത്. അപ്പൊ ഞാൻ മൈനസ് പി പ്ലസ് ക്യൂ എന്ന് എഴുതാം. നമുക്കല്ലേ മൈനസ് പി പ്ലസ് ക്യൂ എന്ന് പറയുമ്പോൾ ഇതിൽ ഞാൻ മൈനസ് പുറത്തേക്ക് എടുത്തു. മൈനസ് പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ പി മൈനസ് ക്യൂ. അപ്പൊ നമുക്ക് ഇവിടെ പി മൈനസ് ക്യൂ ബൈ പി മൈനസ് ക്യൂ, അതായത് മൈനസ് പുറത്തേക്ക് എടുത്തപ്പോൾ ഇവിടെ ഡി എന്ന് പറയുന്നത് മൈനസ് 1 കിട്ടി. ഡി മൈനസ് 1 കിട്ടിക്കഴിഞ്ഞാൽ എ കണ്ടുപിടിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ആദ്യത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ടിൽ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടും? എ പ്ലസ് പി മൈനസ് 1 ഇൻറ്റു മൈനസ് 1 ഈക്വൽ ടു ക്യൂ. ഇവിടെ ഇപ്പൊ എ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് പി പ്ലസ് 1 ഈക്വൽ ടു ക്യൂ. അപ്പൊ എ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? ക്യൂ. ഈ മൈനസ് പി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പ്ലസ് പി പ്ലസ് 1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് 1. അപ്പൊ എ എന്നുള്ളത് നമുക്ക് ക്യൂ പ്ലസ് പി മൈനസ് 1ഉം ഡി മൈനസ് 1ഉം ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് nth ടേം ആണ് പി പ്ലസ് ക്യൂ മൈനസ് എൻ എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് nth ടേം കണ്ടുപിടിക്കണം. nth ടേം കാണാൻ വേണ്ടി നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് എ എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അതിൽ എന്റെ വാല്യൂ ഡിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എ എൻ ഈക്വൽ ടു എ എന്ന് പറയുന്നത് ക്യൂ പ്ലസ് പി മൈനസ് 1 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും, ക്യൂ
പ്ലസ് പി മൈനസ് 1. ഈ -1 കൊണ്ട് എന്നിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -n പ്ലസ് 1. അപ്പോൾ -1ഉം +1ഉം ക്യാൻസൽ ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നത്? q പ്ലസ് പി മൈനസ് n. അത് തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഫോർ an ഈക്വൽ ടു പി പ്ലസ് ക്യൂ മൈനസ് n. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടുകഴിഞ്ഞു. അതായത് ഇഫ് pth term of an AP is q and qth term is p, prove that its nth term is p plus q minus n എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ഏതൊരു ടേം കാണണമെങ്കിലും നമ്മൾ എന്ത് ഇപ്പോൾ A16th ടേം കാണണമെങ്കിൽ എന്ത് തന്നെയായാലും നമുക്ക് എയും ഡിയും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന കണ്ടീഷനിൽ നമ്മൾ 2 ഇക്വേഷൻ കിട്ടും. ആ 2 ഇക്വേഷൻ വെച്ചിട്ട് എയും ഡിയും കണ്ടുപിടിക്കുക. അതിനുശേഷം nth ടേം അതിൽ എയും ഡിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് if the p q rth term of an AP be A, B, C respectively, then show that A into Q minus R plus B into R minus P plus C into P minus Q equal to 0. ഇതാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അതായത് if p, q are a term of an AP be A, B, C respectively, then show that A into Q minus R plus B into R minus P plus C into P minus Q equal to 0 എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് P എന്ന് പറയുന്നത് എങ്ങനെയാണ്? AP ഈക്വൽ ടു A. അതുപോലെ Q എന്ന് പറയുമ്പോൾ AQ ഈക്വൽ ടു B. R എന്ന് പറയുമ്പോൾ AR ഈക്വൽ ടു C. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടെയും A തന്നെ ഉള്ളത് കൊണ്ട് സ്മോൾ, അതായത് AP എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? A പ്ലസ് പി മൈനസ് 1 ഇൻറ്റു ഡി ആണ് എഴുതുക. അതാണ് നമുക്ക് A എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 Aയും ഒരേപോലെ ഉള്ളത് കൊണ്ട് നമുക്കിവിടെ ലെറ്റ് ക്യാപിറ്റൽ A ബി ഫസ്റ്റ് ടേം ആൻഡ് ക്യാപിറ്റൽ D ബി കോമൺ ഡിഫറൻസ്. നമ്മൾ മാറ്റിയെടുക്കുന്നു, കോമൺ ഡിഫറൻസ് എന്ന് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതായത് ലെറ്റ് എ ബി ഫസ്റ്റ് ടേം, ക്യാപിറ്റൽ എ ആണ് ഫസ്റ്റ് ടേം ആയിട്ടുള്ളത്, ഡി കോമൺ ഡിഫറൻസും ആണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടും? അതായത് ഒന്നാമത്തെ ഇക്വേഷൻ എ പ്ലസ് പി മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു എ. ഇത് നമ്മൾ സ്മോൾ ലെറ്റർ എ പകരം ഫസ്റ്റ് ടേം ക്യാപിറ്റൽ എ എന്ന് കൊടുത്ത് കോമൺ ഡിഫറൻസ് ഡി എന്നുള്ളത് സ്മോൾ ഡി ക്യാപിറ്റൽ ഡി കൊടുത്ത്. അപ്പോൾ അവിടെ എത്രയേ മാറിയിട്ടുള്ളൂ? എ പി എന്നുള്ളത് നമ്മൾ എ പ്ലസ് പി മൈനസ് 1 ഇൻറ്റു ഡി എഴുതും. ഈ 2 Aയും ഒരേപോലെ ഉള്ളത് കൊണ്ട് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി ക്യാപിറ്റൽ എ എന്ന് കൊടുത്തു. അപ്പോൾ അതങ്ങനെ കിട്ടി. അടുത്തത് എ പ്ലസ് ക്യൂ മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു ബി. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഇനി അടുത്തത് എ പ്ലസ് ആർ മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു സി. ഇത് നമ്മുടെ തേർഡ് ഇക്വേഷൻ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇവിടെ, അതായത് റൈറ്റ് ഹാൻഡ് സൈഡിൽ എ ബി സി ആണുള്ളത്. ഈ എൻ്റെ കൂടെ ഫസ്റ്റ് ഇക്വേഷനിൽ എന്തുണ്ട്? ക്യൂ മൈനസ് ആർ ഉണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനെ ക്യൂ മൈനസ് ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ 1 ഇൻറ്റു ക്യൂ മൈനസ് ആർ. അതുപോലെ സെക്കൻഡ് ഇക്വേഷൻ ബി ഇൻറ്റു ആർ മൈനസ് പി ആണുള്ളത്. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു ആർ മൈനസ് പി. ഇനി തേർഡ് ഇക്വേഷൻ സിന്റെ കൂടെ എന്തുണ്ട്? പി മൈനസ് ക്യൂ. അപ്പോൾ തേർഡ് ഇൻറ്റു പി മൈനസ് ക്യൂ ചെയ്യാം. ഇതിൽ ഇത്രയേ ചെയ്തിട്ടുള്ളൂ. ആദ്യം എ പി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എഴുതി. അതിനുശേഷം ഫസ്റ്റ് ഇക്വേഷൻ, അതായത് നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്, അത് പ്രൂവ് ചെയ്യേണ്ടത് കൊണ്ട് ഇവിടെ
ഫസ്റ്റ് ഇക്വേഷൻ എന്റെ കൂടെ ക്യൂ മൈനസ് ആറാണ് ഉള്ളത്. അപ്പോൾ ആ ഹോൾ ഇക്വേഷൻ നമുക്ക് ഒന്നിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആ ഹോൾ ഇക്വേഷന് ക്യൂ മൈനസ് ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ ബി ഇൻറ്റു ആർ മൈനസ് പി ആണുള്ളത്, അതിനെ കൊണ്ട് സെക്കൻഡ് ഇക്വേഷന് ആർ മൈനസ് പി, അതുപോലെ തേർഡ് ഇക്വേഷന് പി മൈനസ് ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് എങ്ങനെയാവും ഇക്വേഷൻ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു ക്യൂ മൈനസ് ആർ ചെയ്യുമ്പോൾ എ ഇൻറ്റു ക്യൂ മൈനസ് ആർ പ്ലസ് രണ്ട് ടേമിൻ്റെ കൂടെയും നമ്മൾ എന്ത് ചെയ്യണം, ക്യൂ മൈനസ് ആർ മൾട്ടിപ്ലൈ ചെയ്യണം, ഇൻറ്റു ഡി ഈക്വൽ ടു എ ഇൻറ്റു ക്യൂ മൈനസ് ആർ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെയായി മാറി. ഇനി സെക്കൻഡ് ഇക്വേഷൻ എ ഇൻറ്റു എന്താണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആർ മൈനസ് പി പ്ലസ് ക്യൂ മൈനസ് 1 ഇൻറ്റു ആർ മൈനസ് പി ഇൻറ്റു ഡി ഈക്വൽ ടു ബി ഇൻറ്റു ആർ മൈനസ് പി. അടുത്തത് തേർഡ് ഇക്വേഷൻ എ ഇൻറ്റു എന്താണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, പി മൈനസ് ക്യൂ, എ ഇൻറ്റു പി മൈനസ് ക്യൂ പ്ലസ് ആർ മൈനസ് 1 ഇൻറ്റു പി മൈനസ് ക്യൂ ഇൻറ്റു ഡി ഈക്വൽ ടു സി ഇൻറ്റു പി മൈനസ് ക്യൂ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായി മാറി. ഇപ്പോൾ നമുക്ക് ഇത് ഫുള്ള് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ മൂന്ന് ഇക്വേഷൻ 1 ആണിത്, അല്ലെങ്കിൽ 4 കൊടുക്കുക, 5, 6 ഈ മൂന്ന് ഇക്വേഷനും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം എല്ലാം ആഡ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഭാഗം ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാം 0 ആയി പോകും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇത് പ്രൂവ് ചെയ്യേണ്ടത്. അതിനു വേണ്ടി ആഡിങ് 4 + 5 + 6 അപ്പം എങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കാം. ഇത്രയാണ് നമുക്കുള്ളത്. ഇതിൽ ആദ്യത്തേത് ഇപ്പം എ മൂന്ന് ഇക്വേഷനിൽ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ എ കോമൺ ആയിട്ട് പുറത്തേക്ക് എഴുതി. നമ്മൾ പ്ലസ് ആണ് ചെയ്യുന്നത്, ഇത് പ്ലസ് ഇത് പ്ലസ് ഇത്. അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത്, അതായത് ഇത് നമ്മൾ എഴുതുന്ന സമയത്ത് എ ഇൻറ്റു ക്യൂ മൈനസ് ആർ പ്ലസ് എ ഇൻറ്റു ആർ മൈനസ് പി പ്ലസ് എ ഇൻറ്റു പി മൈനസ് ക്യൂ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിലെല്ലാം എ കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ക്യൂ മൈനസ് ആർ പ്ലസ് ആർ ഇങ്ങനെ ഒരുമിച്ച് എഴുതാൻ കഴിയും നമുക്ക്. അപ്പോൾ എങ്ങനെ എഴുതാന്നുള്ളത്, അതായത് എ ഇൻറ്റു ക്യൂ മൈനസ് ആർ പ്ലസ് ആർ മൈനസ് പി പ്ലസ് പി മൈനസ് ക്യൂ. അപ്പോൾ അതിൽ എല്ലാ നമ്പേഴ്സ് ക്യാൻസൽ ആയിപ്പോയി എല്ലാം പ്ലസ്. ഇനി ഇതിനെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് പി മൈനസ് 1 ഇൻറ്റു ക്യൂ മൈനസ് ആർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. ക്യൂ മൈനസ് ആർ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി ഇൻറ്റു ക്യൂ പി ക്യൂ, അതുപോലെ പി ഇൻറ്റു ആർ മൈനസ് പി ആർ മൈനസ് ക്യൂ പ്ലസ് ആർ ബ്രാക്കറ്റിലിട്ടിട്ട് എല്ലാം ഒരുമിച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പുറമെ ഡി ഇട്ടാൽ മതി. അപ്പോൾ എല്ലാം 0 ആയി പോകും. എന്നാലും കറക്റ്റായിട്ട് എഴുതുക ആർ. ഇനി അപ്പോൾ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ഇനി ഈ രണ്ട് ഇക്വേഷനും മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസ് ക്യൂ ഇൻറ്റു ആർ ക്യൂ ആർ, ക്യൂ ഇൻറ്റു മൈനസ് പി ക്യൂ. ഇനി -1 ഇൻറ്റു ആർ മൈനസ് ആർ, -1 ഇൻറ്റു മൈനസ് പി പ്ലസ് പി പ്ലസ്. ഇനി ആർ ഇത് ചെയ്യാം, ആർ ഇൻറ്റു പി മൈനസ് ആർ ക്യൂ മൈനസ് പി പ്ലസ് ക്യൂ ഇൻറ്റു ഡി ഈക്വൽ ടു ഇത് മൂന്നും പ്ലസ് ചെയ്ത് ഈക്വൽ ടു എ ഇൻറ്റു ക്യൂ മൈനസ് ആർ പ്ലസ് ബി ഇൻറ്റു ആർ മൈനസ് പി പ്ലസ് സി ഇൻറ്റു പി മൈനസ് ക്യൂ. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇപ്പം ഇതിൽ എല്ലാം എ ഇൻറ്റു 0 ആണ് വരുന്നത്. അതായത് എ ഇൻറ്റു 0 പ്ലസ് ഇതിലും എല്ലാം നമുക്ക് ക്യാൻസൽ ആയിപ്പോൾ ഒരു പ്ലസ് പി ക്യൂ മൈനസ് പി ക്യൂ പി ആർ മൈനസ് ആർ ക്യൂ പ്ലസ് പി മൈനസ് പി പ്ലസ് ക്യൂ മൈനസ് ക്യൂ എല്ലാം ക്യാൻസലായി. അപ്പോൾ ഡി ഇൻറ്റു 0 ഈക്വൽ ടു എ ഇൻറ്റു ക്യൂ മൈനസ് ആർ പ്ലസ് ബി ഇൻറ്റു ആർ മൈനസ് പി പ്ലസ് സി ഇൻറ്റു പി മൈനസ് ക്യൂ എന്ന് കിട്ടും.
അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് d ഈക്വൽ ടു 0. a ഇൻറ്റു 0 0 d ഇൻറ്റു 0 0. therefore a ഇൻറ്റു q മൈനസ് ആർ പ്ലസ് ബി ഇൻറ്റു ആർ മൈനസ് പി പ്ലസ് സി ഇൻറ്റു പി മൈനസ് ക്യൂ ഈക്വൽ ടു 0. നമ്മളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതാണ് അതിൽ പ്രൂവ് ചെയ്യേണ്ടത്. അതിലൊന്നുമില്ല, നമ്മൾ രണ്ട് എയും സെയിം ആയതുകൊണ്ട് ആദ്യം തന്നെ എന്ത് ചെയ്തു, ഫസ്റ്റ് ടേം ക്യാപിറ്റൽ എയും കോമൺ ഡിഫറൻസ് ഡിയും കൊടുത്ത് അതിനുശേഷം ഓരോ ഇക്വേഷനെ നമ്മൾ ആദ്യത്തെ ഇക്വേഷനെ ക്യൂ മൈനസ് ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, രണ്ടാമത്തെ ഇക്വേഷനെ ആർ മൈനസ് പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, മൂന്നാമത്തെ ഇക്വേഷനെ പി മൈനസ് ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൂന്നും കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ അടുത്ത സൈഡിലുള്ളതെല്ലാം ക്യാൻസൽ ആയിപ്പോൾ ഇത് മാത്രം കിട്ടും. അത് ഈക്വൽ ടു 0 കിട്ടും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, if m times mth term of an AP if m times mth term of an AP is equal to n times nth term of an AP, n times its nth term, prove that m plus nth term is 0. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ m times mth term of an AP is equal to n times its nth term. Prove that m plus nth term is 0. അപ്പോൾ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് m plus nth term എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും, m plus n equal to 0. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ഗിവൺ? m times mth term of an AP equal to n times nth term of an AP. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് പ്രൂവ് ചെയ്യണം. അപ്പോൾ m times mth term of an AP എന്ന് പറയുമ്പോൾ m ഇൻറ്റു നമ്മൾ am എന്ന് പറയുന്നത് a പ്ലസ് m മൈനസ് 1 ഇൻറ്റു d ഈക്വൽ ടു n ഇൻറ്റു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. m ഇൻറ്റു a പ്ലസ് m ഇൻറ്റു m മൈനസ് 1 ഇൻറ്റു d ഈക്വൽ ടു n a പ്ലസ് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു d. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. എം എ പ്ലസ് ഈ എൻ എ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് എൻ എ ഒരുമിച്ച് എഴുതി, എ ഒരുമിച്ച് എഴുതി, പ്ലസ് എം ഇൻറ്റു എം മൈനസ് 1 ഡി ഒരുമിച്ച് എഴുതാം നമുക്ക്. അതായത് ഇത് മൈനസ് എൻ ഇൻറ്റു എൻ മൈനസ് 1 ഡി ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ നമുക്ക് എ കോമൺ ആയിട്ട് എടുക്കുക ഇതിൽ. അപ്പോൾ എം മൈനസ് എൻ ഇൻറ്റു എ പ്ലസ് ഇതിൽ നമുക്ക് ഡി കോമൺ ആയിട്ട് എടുക്കാം. ഡി കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എം ഇൻറ്റു എം മൈനസ് 1 മൈനസ് എൻ ഇൻറ്റു എൻ മൈനസ് 1 ഡി ഈക്വൽ ടു 0. അതായത് ഡി രണ്ടിലും ഡി ഉണ്ട്. ഡി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് എം ഇൻറ്റു എം മൈനസ് 1 മൈനസ് എൻ ഇൻറ്റു എൻ മൈനസ് 1. ഇതിൽ എം മൈനസ് എൻ എ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ എം മൈനസ് എൻ. ഇനി ഇത് അതേപോലെ തന്നെ എഴുതുക, എം മൈനസ് എൻ ഇൻറ്റു എ പ്ലസ് ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എം ഇൻറ്റു എം എം സ്ക്വയർ, എം ഇൻറ്റു മൈനസ് 1 മൈനസ് എം, എൻ ഇൻറ്റു എൻ മൈനസ് എൻ സ്ക്വയർ മൈനസ് എൻ ഇൻറ്റു മൈനസ് 1 എന്ന് പറയുന്നത് പ്ലസ് എൻ ഇൻറ്റു ഡി ഈക്വൽ ടു 0. ഇനി അടുത്ത സ്റ്റെപ്പിൽ അതായത് ഇതിൽ എം മൈനസ് എൻ നമുക്ക് എല്ലാത്തിലും കോമൺ ആയിട്ട് കിട്ടുന്ന വിധത്തിലേക്ക് മാറ്റണം. കാരണം നമ്മുടെ എ എം പ്ലസ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എ പ്ലസ് എം പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു 0 ആണ് എ എം പ്ലസ് എൻ എന്ന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് എത്തണം, ഈ ഇക്വേഷൻ ഇതിലേക്ക് എത്തണം. അതിനു വേണ്ടി ഇതിലെല്ലാം എം മൈനസ് എൻ കോമൺ ആവാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ എം മൈനസ് എൻ ഇൻറ്റു എ പ്ലസ് ഇവിടെ നമുക്ക് എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ എന്നുള്ളത് അടുത്തെഴുതാം. എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ഇവിടെ മൈനസ് എം പ്ലസ് എൻ ഇൻറ്റു ഡി ഈക്വൽ ടു 0. ഇവിടെ ഇനി നമ്മൾ ഇത് അതേപോലെ തന്നെ എം മൈനസ് എൻ ഇൻറ്റു എ പ്ലസ് ഇവിടെ എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പോലെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതായത് ഇവിടെ എം പ്ലസ് എൻ ഇൻറ്റു എം മൈനസ് എൻ, ഇവിടെ മൈനസ് അതിന് പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ എം മൈനസ് എൻ ഇൻറ്റു ഡി ഈക്വൽ ടു 0. ഇവിടെ ഇത്രയേ ചെയ്തിട്ടുള്ളൂ. മൈനസ് എം പ്ലസ് എൻ ഉണ്ട്. അപ്പോൾ അതിൽ മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് എം ഇവിടെ
മൈനസ് ആവും. മൈനസ് ഇൻറ്റു മൈനസ് ആണ് പ്ലസ് തന്നെ ആവുക. അതുകൊണ്ട് മൈനസ്, അതായത് ഞാൻ പറഞ്ഞില്ലേ എം മൈനസ് എൻ കോമൺ ആയിട്ട് എല്ലാത്തിലും ഇപ്പോൾ ഇവിടെ എം മൈനസ് എൻ ഉണ്ട്, ഇവിടെ എം മൈനസ് എൻ ഉണ്ട്, ഇതിൽ എം മൈനസ് ഉണ്ട്. ആ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തു. അതായത് ഈ മൈനസ് സൈൻ പുറത്തേക്ക് എടുത്ത്, മൈനസ് സൈൻ പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് എം മൈനസ് എൻ ഇൻറ്റു ഡി. ഇനി ഫുൾ ഇക്വേഷനാണ് നമുക്ക് എം മൈനസ് എൻ. ഇപ്പോൾ നമുക്ക് 2 കോമൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോൾ ഇക്വേഷൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യില്ല. അതേപോലെ എം മൈനസ് എൻ കൊണ്ട് ഹോൾ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എ പ്ലസ്, ഇവിടെ എം മൈനസ് എൻ ഡിവൈഡ് ആയിപ്പോയി. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എം പ്ലസ് എൻ, ഇവിടെ എം പ്ലസ് എൻ ഉണ്ടാവും. ഇവിടെയുള്ള എം മൈനസ് എൻ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 1 ഇൻറ്റു ഡി ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എ പ്ലസ് എം പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു 0 ഇതിലേക്ക് എത്തി. അതെന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ എ എം പ്ലസ് എൻ ഈക്വൽ ടു 0 ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് എം പ്ലസ് nth ടേം 0 എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് എം ഇൻറ്റു, അതായത് എം ടൈംസ് nth ടേം ഓഫ് എൻ എ പി ഈസ് ഈക്വൽ ടു എൻ ടൈംസ് ഇറ്റ്സ് nth ടേം. എന്നിട്ട് നമ്മൾ അതിൽ ആദ്യം ആ എ പിനെ എ എം എന്ന് പറഞ്ഞാൽ എ പ്ലസ് എം മൈനസ് 1 ഇൻറ്റു ഡി എഴുതി. അതുപോലെ എ എന്നുള്ളത് എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എഴുതി. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എല്ലാം ഒരേ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് എ ഒരുമിച്ച് എഴുതി, ഡി ഒരുമിച്ച് എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്ത്, കോമൺ ആയിട്ട് എ ഉള്ളത് കൊണ്ട് കോമൺ ആയിട്ട് എ പുറത്തേക്ക് എടുത്ത് എം മൈനസ് എൻ ആയി. ഇതിൽ എം ഇൻറ്റു എം മൈനസ് 1 മൈനസ് എൻ ഇൻറ്റു എൻ മൈനസ് 1 കോമൺ ആയിട്ട് ഡി 1. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇത് അതേപോലെ തന്നെ എല്ലാ സ്റ്റെപ്പിലും. ഇവിടെ മാത്രമേ നമ്മൾ മാറ്റം വരുത്തുള്ളൂ. എം ഇൻറ്റു എം എം സ്ക്വയർ മൈനസ് എം, എൻ ഇൻറ്റു എൻ എൻ സ്ക്വയർ പ്ലസ് എൻ ഇൻറ്റു ഡി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ഒരുമിച്ച് എഴുതി മൈനസ് എം പ്ലസ് എൻ. അടുത്ത സ്റ്റെപ്പിൽ ഈ എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയറിന് എം പ്ലസ് എൻ ഇൻറ്റു എം മൈനസ് എൻ എഴുതി. ഇതിൽ മൈനസ് സൈൻ പുറത്തേക്ക് എടുത്ത് അപ്പോൾ എം മൈനസ് എൻ. എല്ലാ ആ ഹോൾ ഇക്വേഷനിൽ എം മൈനസ് എൻ കോമൺ ആയി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. അതൊരു സ്റ്റെപ്പ് മാത്രമേ ഇതിൽ ഓർമ്മിക്കേണ്ടത്. അപ്പോൾ അതിൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് എം മൈനസ് എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാതിരുന്ന് എം മൈനസ് എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എ പ്ലസ് എം പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി നമുക്ക് 0 ആയി കിട്ടും. ഇതെന്ന് പറയുന്നത് എ എം പ്ലസ് nth ടേമാണ്. എ എം പ്ലസ് nth ടേം ഇപ്പോൾ 0 ആയിട്ട് കിട്ടി. അപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. Fourth question. If 9th term of an EP is equal to 7 times the second term, the 9th term of an AP, 9th term of an AP is equal to 7 times the second term and 12th term exceeds 5 times the third term, exceeds 5 times the third term by 2. Find first term and common difference. Find first term and common difference ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് the 9th term of an AP is equal to 7 times the second term. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് 9th term എന്ന് പറയുമ്പോൾ എന്താവും, A9 equal to 7 times second term. 7 times second term എന്ന് പറയുമ്പോൾ 7 into A2. 9 times 9th term of an AP is equal to 7 times second term. Second term എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതും, A2. ഇനി അടുത്ത 12th term exceeds by 2, അതായത് 5 times the third term. 5 times the third term എന്ന് പറയുമ്പോൾ 5 into A3. 5 times third term by 2. 2 കൂടുതൽ. 5 times third termനേക്കാൾ 2 കൂടുതലാണ് ഏത്, 12th term. അതായത് 12th term എന്ന് പറയുന്നത്
12th ടേം എക്സീഡ്സ് 5 ടൈംസ് തേർഡ് ടേം എന്ന് പറയുമ്പോൾ നമ്മൾ 5 ടൈംസ് A3 എഴുതി ബൈ 2. ഇത്രയും ഇതിൽ നിങ്ങൾക്ക് അറിയേണ്ടതുള്ളൂ. പിന്നെ ഇതിൽ നിന്ന് 2 ഇക്വേഷൻ കിട്ടും, അത് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഈ കണ്ടീഷൻ എഴുതാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എയും അതായത് കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ A9 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? A + 8D ഈക്വൽ ടു 7 ഇൻറ്റു A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A + D, അതായത് 2 - 1 ഇൻറ്റു D എന്നുള്ളത് A + D കിട്ടും. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. A + 8D ഈക്വൽ ടു 7A + 7D. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. A - 7A + 8D - 7D ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ -6A + D ഈക്വൽ ടു 0 ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ A + 11D ഈക്വൽ ടു 5 ഇൻറ്റു A + 2D + 2. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ A + 11D ഈക്വൽ ടു 5A + 10D + 2. അപ്പോൾ ഇതിനെ ഒരുമിച്ച് ചെയ്യാം. A + 11D - 5A - 10D ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ നമുക്ക് A - 5A എന്ന് പറയുന്നത് -4A + D ഈക്വൽ ടു 2 സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? -6A + D ഈക്വൽ ടു 0. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ സോൾവ് ചെയ്യുക. അതായത് ഇതിൽ D കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ -6 -4 എന്ന് പറയുമ്പോൾ -6 + 4 -2A ഈക്വൽ ടു ഇവിടെ 0 - 2 അപ്പോൾ A ഈക്വൽ ടു 1 കിട്ടി. -2 / -2 A1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് D കണ്ടുപിടിക്കാം. 6 × 1 + D ഈക്വൽ ടു 0. D ഈക്വൽ ടു -6 ഇപ്പുറത്തേക്ക് വരുമ്പോൾ +6. D 6ഉം A1. ഇതിൽ ആ കൂടി അറിയേണ്ടത് ഈ കണ്ടീഷൻ. ഇത് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് എഴുതാൻ അറിയില്ല, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും. ദ 9th ടേം ഓഫ് എൻ AP ഈസ് ഈക്വൽ ടു 7 ടൈംസ് സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ 9th ടേം A9 ഈക്വൽ ടു 7 ടൈംസ് സെക്കൻഡ് ടേം എഴുതി. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ 12th ടേം എന്ന് പറയുമ്പോൾ നമ്മൾ A12 എഴുതി. 12th ടേം എക്സീഡ്സ് 5 ടൈംസ് ദ തേർഡ് ടേം ബൈ 2. 5 ടൈംസ് തേർഡ് ടേമിനേക്കാൾ 2 കൂടുതലാണ് 12th ടേം. പിന്നെ ഷോർട്ടാക്കി കൊണ്ടുവരും. എയും ഡിയും കണ്ടുപിടിക്കുക. അത്രയേ ഇതിലുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇത് പ്രീവിയസ് ഇയേഴ്സ് ബോർഡിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.